ഇത് ഒരു വലിയ വിഷയമായിട്ടൊന്നും തീരത്തില്ല. എന്തുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിൽ ലോഹ്യമല്ലാത്തത്? അപ്പൊ ഇവരെ പെട്ടെന്ന് ആക്രമണം നടക്കുകയില്ല. കരയുദ്ധമാണല്ലോ യുദ്ധത്തിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. അതെ, ഇവർ അറബ്സ് അല്ല, അതറിയോ? അറബ്സ് അല്ല, അല്ല, അതറിയില്ല അല്ലേ? അത് പ്രധാന നമ്മുടെ ചിന്ത. രണ്ടാമത് ഞാൻ പറയാന്ന് പറഞ്ഞാൽ അതാണ് ശിരോവസ്ത്രം. ഒരു പെണ്ണിൻ്റെ ശിരോവസ്ത്രം മുഴുവൻ മറഞ്ഞു കിടന്നില്ല എന്നുള്ള നിലയിൽ ഇവിടുത്തെ പട്ടാളമൊക്കെ കയറി മേയുകയാണ്. ഇസ്രയേൽ ഇവരുമായിട്ട് അതിലൊന്നുമില്ല. ഇസ്രയേൽ കഴിഞ്ഞ് ഇറാഖൂടെ കഴിഞ്ഞാണ് അപ്പുറത്ത്, യോർദാനും കഴിഞ്ഞാണ് അപ്പുറത്ത് ഇസ്രയേൽ കിടക്കുന്നത്. ആഗോള തീവ്രവാദത്തിന്റെ സ്പോൺസറാണ് ഇപ്പൊ ഇറാൻ. ആഗോള തീവ്രവാദം സ്പോൺസർ ചെയ്യാണ്. ഹിസ്ബുല്ലയുടെ പുറകിൽ, ഹമാസിന്റെ പുറകിൽ, ഹൂതികളുടെ പുറകിൽ എല്ലാം ഇറാന്റെ ശക്തിയാണുള്ളത്. അപ്പൊ എന്തുകൊണ്ട് ഇവർ നിരന്തരമായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നു? ഉണ്ടായ രാജ്യമാണ്, സമരം ചെയ്യാതെ യുദ്ധം ചെയ്യാതെ ഫ്രീ ആയിട്ട് കിട്ടിയൊരു രാജ്യമാണ് ഇന്നത്തെ ഹാഷിമൈറ്റ് കിങ്ഡം ഓഫ് അമാൻ. അപ്പൊ പാലസ്തീൻ എന്ന് പറയുന്ന ഈ രാജ്യം അപ്പോഴും ഇസ്രയേൽ പരിഗണിച്ചു പോകുന്നുണ്ട്. മുസ്ലിങ്ങളോട് വിവേചനമില്ല. മുസ്ലിം മന്ത്രിമാരുണ്ട് അവരുടെ ഭരണത്തിൽ, ക്രിസ്ത്യൻസ് ഉണ്ട്. ക്രിസ്ത്യൻ എത്തിക്സിൽ നിന്നുകൊണ്ട് ഈ യുദ്ധത്തെ നമുക്ക്, ഇസ്രായേൽ യുദ്ധത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ ഇപ്പോൾ? അല്ലെങ്കിൽ അത് ഇസ്രായേലുമായിട്ടുള്ള പദ്ധതി അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കണോ? എങ്ങനെയാണ്? അല്ല, നമ്മൾ ചേർന്ന് നിന്നാലും ഇല്ലല്ലോ, അവിടെ നടക്കും. നമ്മൾ ചിലപ്പോൾ കാണുകയല്ലേ, യുദ്ധം നിർത്തണം, CPM BB ഏതാ MAVയുടെ പ്രസ്താവന. അതുപോലെ ഞാൻ പറഞ്ഞതുപോലുള്ള MAV പറയുന്നത് ഇപ്പം അല്ലേ, അവിടെ വേണോ വേണ്ടെന്ന് അവരാ തീരുമാനിക്കാം. റഷ്യ ഇടപെടുമെന്നും അപ്പുറത്തൊരു അദ്ദേഹത്തിൻ്റെ പേരെന്താ, കിങ് ജോങ് ഉങ്. എനിക്ക് അദ്ദേഹത്തോടൊരു ബഹുമാനമുള്ളത് അവിടെ പറയാം. പുള്ളിയുടെ പാർലമെന്റിൽ ഞാനോട് ഉറങ്ങി, തോക്കെടുത്തങ്ങ് കാച്ചി. പുള്ളി ഇടയ്ക്ക് നമ്മുടെ ചർച്ചിലൊന്നും കൊണ്ടുവരണ്ട. ഈ ലോകമഹായുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോൺസെപ്റ്റാണ്. അങ്ങനെ ലോകമഹായുദ്ധം ഒന്നും ഉണ്ടായിട്ടില്ല.